ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 23. മീരയിൽ നിന്ന് അകലാൻ ശ്രമിക്കും തോറും കാർത്തിക് അത്രത്തോളം മീരയോടടുത്തു. കാർത്തിക് നാട്ടിൽ പോകുന്ന ദിവസങ്ങളിലെല്ലാം മണിക്കൂറുകളോളം അവർ ഫോണിൽ സംസാരിച്ചു. മീരയോടടുക്കും തോറും കാർത്തിക്കിന്റെ മനസ്സൊരുകുകയായിരുന്നു. മീരയിൽ നിന്ന് തനിക്ക് അകലാൻ കഴിയില്ലെന്ന് കാർത്തിക്കിന് മനസ്സിലായി. ആ ലെറ്ററിലേക്ക് നോക്കി അയാൾ സ്വയം ശപിച്ചു. കാരണം കാർത്തിക്കിന്റെ ജീവിതത്തെ അത്രമേൽ തകിടം മറിച്ച കാര്യങ്ങളായിരുന്നു അതിൽ. മീരയെ കാണുമ്പോൾ കാർത്തിക് എല്ലാ വിഷമങ്ങളും മറക്കും. മീരയെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം കാർത്തിക് ശ്രമിക്കും. ചെമ്പകപ്പൂക്കൾ കൊണ്ട് മീരയുടെ ഓരോ ദിവസവും സുഗന്ധപൂരിതമാക്കും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. പരസ്പരം തങ്ങളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും അവർക്ക് തമ്മിൽ പിരിയാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം മീര കാർത്തിക്കിനോടുള്ള തന്റെ ഇഷ്ടത്തെ പറ്റി പറയാൻ രഞ്ജിത്തിനെ വിളിച്ചു. മീരയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നറിഞ്ഞപ്പോൾ രഞ്ജിത്തിന് വളരെയധികം സന്തോഷമായി. മീര ഒരിക്കലും തനിച്ചാകരുതെന്ന് രഞ്ജിത്ത് അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. സന്തോഷം കൊണ്ട് മീരയെ ചേർത്ത് പിടിക്കാൻ രഞ്ജിത്ത് ആഗ്രഹിച്ചു. മീരയുടെ ഇഷ്ടം എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികിനോട് പറയാനായി രഞ്ജിത്ത് മീരയോട് ആവശ്യപ്പെട്ടു. താൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രം കല്യാണം മതിയെന്നും രഞ്ജിത്ത് ഒത്തിരി സന്തോഷത്തോടെ ആവശ്യപ്പെട്ടു. രഞ്ജിത്ത് കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മീരയുടെ സന്തോഷം അതിരറ്റതായിരുന്നു. രഞ്ജിത്തിന്റെ പൂർണ്ണ പിന്തുണ കിട്ടിയ മീര ഈ കാര്യം മീനുവിനോടും പറയാൻ തീരുമാനിച്ചു. പക്ഷെ മീനുവിന്റെ മുന്നിൽ എത്തിയപ്പോൾ മീര ഒന്ന് മടിച്ചു. ഇവളുടെ ഷോ ഞാൻ കാണണ്ടേ, എങ്ങനെ പറയും, അന്നേ ഇവൾ പറഞ്ഞതാ. മീര മടിച്ചുകൊണ്ട് മീനു എന്താണ് ഒരു പരുങ്ങൽ? മീനു ചോദിച്ചു. ഒന്നുമില്ല, മീര മടിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല സന്തോഷത്തിലാണല്ലോ. അല്ലെങ്കിൽ കുറച്ചു നാളായി ഈ ലോകത്തൊന്നും അല്ലല്ലോ, ഞാൻ കാണുന്നുണ്ട്, പിന്നെ ഒന്നും ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒരു ജാളിതയോടെ മീര മീനുവിനെ നോക്കി ചിരിച്ചു. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ ആ ചിരിയിൽ, എന്താണ് കാര്യം പറ? മീനു ഒരല്പം ജാടയോടെ ചോദിച്ചു. മീര തന്റെ ഇഷ്ടം മീനുവിനോട് തുറന്നു പറഞ്ഞതും, ഞാൻ അന്നേ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ എന്തായിരുന്നു, വെറും സൗഹൃദം മാത്രം, നീ വേറെ അർത്ഥങ്ങളൊന്നും ഉണ്ടാക്കണ്ട, എന്തൊക്കെയായിരുന്നു. ഇപ്പോഴോ എന്റെ പ്രവചനം തെറ്റിയ ചരിത്രമില്ല. മീനു പരമാവധി മീരയുടെ മുന്നിൽ ഷോ ഇറക്കി. മീനുവിന്റെ മുന്നിൽ വാക്കുകളില്ലാതെ മീര ജാള്യതയോടെ നിന്നു. നാളെ തന്നെ ഇത് കാർത്തിക് സാറിനോട് പറഞ്ഞോണം, മീനു ഗമയോടെ മീരയോട് പറഞ്ഞു. ഓ, അടിയന്റെ ഉത്തരവ് പോലെ, മീര പറഞ്ഞു. പിറ്റേ ദിവസം മീര തന്റെ ഇഷ്ടം പറയാനായി ലൈബ്രറിയിൽ കാർത്തികിനെ കാത്തിരുന്നു. പക്ഷെ ഏറെ നേരം സംസാരിച്ചിട്ടും മീരയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. കാർത്തിക് കൊടുക്കുന്ന ചെമ്പകപ്പൂക്കളും വാങ്ങി തിരികെ പോരും. അങ്ങനെ ഒരാഴ്ച നീണ്ടപ്പോൾ മീനുവിന്റെ ക്ഷമ തെറ്റി. നാളെ എങ്കിലും ചേച്ചി കാർത്തിക് സാറിനോട് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായി ഞാനായിരിക്കും സാറിനെ വിളിച്ച് പറയാ, എന്റെ ചേച്ചിക്ക് സാറിന് പെരുത്ത് ഇഷ്ടമാണെന്ന്. അയ്യോ, നീ ഒന്നും പറയല്ലേ, ഉറപ്പായും തിങ്കളാഴ്ച ഞാൻ തന്നെ പറഞ്ഞോളാം. മീര മീനുവിന് വാക്ക് നൽകി. എന്തിന് തിങ്കളാഴ്ച വരെ കാത്തിരിക്കുന്നത്, ഒന്ന് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാ പോരെ? ഹേ, അത് വേണ്ട. നേരിട്ട് പറയുന്ന ആ ഒരു സുഖം ഫോണിലൂടെ പറഞ്ഞാൽ കിട്ടില്ല. സാറിന് എന്നെ ഇഷ്ടാവുമോ എന്ന എന്റെ ഭയം, ഇല്ലെങ്കിൽ എന്ത് മോശമായിരിക്കും. കാർത്തികിനോട് തന്റെ ഇഷ്ടം പറയുമ്പോഴുള്ള നിമിഷമോർത്ത് മീര ഭയന്നു. സാറിന് ഒരു ഇഷ്ടക്കുറവും ഉണ്ടാകില്ല, സാറിന് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലപ്പോ ചേച്ചിയെ പോലെ സാറും മടികൊണ്ട് ഉള്ളിലുള്ള ഇഷ്ടം പറയാതിരിക്കുകയാണെങ്കിലോ? ചേച്ചി ധൈര്യമായി പറഞ്ഞോ. മീനു മീരയ്ക്ക് ആത്മവിശ്വാസം നൽകി. കാര്യങ്ങൾ വല്യമ്മ അറിയുമ്പോ, ജാതകൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ? ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമായി കാണണമായിരുന്നു അല്ലേ? മീര ഭയത്തോട് ചോദിച്ചു. അമ്മ അറിയുമ്പോ സന്തോഷിക്കല്ലേ ചെയ്യുക? ഇത്രയും നാൾ നേർച്ചയും വഴിപാടുമായി നടന്നത് ചേച്ചിയുടെ കല്യാണം നടന്ന് കാണാനല്ലേ? പിന്നെ ജാതകം, ആദ്യം സാറിന്റെ മനസ്സറിയൂ, എന്നിട്ടല്ലേ അതപ്പം നോക്കാം. പക്ഷെ മീനു, ജാതകങ്ങൾ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സാറിന് വിവാഹം കഴിക്കില്ല. മറ്റൊരു വിവാഹം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, മീര ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ചേച്ചി വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷനാകല്ലേ, എല്ലാം ശുഭമായി തന്നെ നടക്കും. ചേച്ചി ഒരുപാട് വിഷമിച്ചതല്ലേ, ഇനി സന്തോഷ നാളുകളായിരിക്കും ദൈവം ചേച്ചിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവുക. ശുഭപ്രതീക്ഷകളോടെ മീര കാർത്തിക് കൊടുത്ത ചെമ്പകപ്പൂക്കളെ നോക്കിയിരുന്നു. പിറ്റേ ദിവസം കാലത്ത്, മീരയെ മോളെ, മാധവി തൊടിയിൽ നിന്നും മീരയെ വിളിച്ചു. വല്യമ്മ വിളിക്കുന്നത് കേട്ട് മീര തൊടിയിലേക്കോടി. എന്താ വല്യമ്മേ? മോളെ, ഇത് നോക്കി, നിന്റെ ഈ ചെമ്പകച്ചെടി മുഴുവൻ ജയയുടെ ആട് തിന്നിരിക്കുന്നു. ചെടിയുടെ ഇല മുഴുവൻ ആട് തിന്നത് കണ്ട് മീരയ്ക്ക് വല്ലാതെ സങ്കടമായി. വിഷമത്തോടെ മീര ആ ചെടിയെ തലോടി. ഇനി ഇത് പുതിയ ഇലകൾ വരുമോ വല്യമ്മേ? മീര ആകുലതയോടെ ചോദിച്ചു. ഇതൊക്കെ വരും, മോള് പേടിക്കണ്ട, നന്നായി നനച്ചാ മതി, ചുറ്റിനും ഒരു വേലി കെട്ടിക്കൊടുക്കാം. മീര കുറച്ച് ചുള്ളിക്കമ്പുകൾ എടുത്ത് ചെടിക്ക് ചുറ്റും വെച്ച് കെട്ടി. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു. കാർത്തിക് സാർ എന്ന ചെമ്പകത്തായി പോയി നോക്കട്ടെ, അതും ആട് കടിച്ചിട്ടുണ്ടോ എന്തോ.
വെപ്രാളത്തോടെ മീര ആ ചെടിക്കടുത്തേക്ക് പോയി. കുളിർമയോടെ പുതിയ തളിരിലകളോടെ നിൽക്കുന്ന ചെമ്പകത്തൈ കണ്ടപ്പോൾ മീരയ്ക്ക് ആശ്വാസമായി. അതിന്റെ ഇലകളിൽ മീര സ്നേഹപൂർവ്വം തലോടി. പെട്ടെന്നാണ് മീരയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കുഞ്ഞു പൂമുട്ട് ഉണ്ടായി തുടങ്ങുന്നു. വല്യമ്മയെയും മീനുവിനെയും വിളിച്ച് ആ കുഞ്ഞു മുകുളം മീര അവർക്ക് കാണിച്ചു കൊടുത്തു. മീരയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ഈ വിവരം പറയാനായി മീര കാർത്തിക്കിനെ ഫോണിൽ വിളിച്ചു. ഒരുപാട് തവണ വിളിച്ചെങ്കിലും കാർത്തിക് ഫോൺ എടുത്തില്ല. കാർത്തിക് തിരിച്ചു വിളിക്കുന്നതും പ്രതീക്ഷിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ കാർത്തിക് മീരയെ തിരിച്ചു വിളിച്ചു. ഹലോ മീര, നീ ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നു. ഞാൻ പുറത്തായിരുന്നു, അതാ ഫോൺ എടുക്കാതിരുന്നത്. ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. സാർ നിന്ന ചെമ്പകത്തൈയിൽ ഒരു മുട്ട് വന്നിരിക്കുന്നു. ആഹാ, ഇത്രയും വേഗം പൂവുണ്ടായോ? ഇനി എനിക്ക് പൂക്കൾ അന്വേഷിച്ച് നടക്കണ്ടാലോ? കാർത്തിക് പറഞ്ഞു. അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട. സാർ നിത്യവും തരുന്ന പതിവ് മുടക്കണ്ട. ഇനി എനിക്ക് മറ്റെവിടെയും പൂ അന്വേഷിച്ച് പോകണ്ടാലോ. മീരയുടെ വീട്ടിൽ വന്ന് പറിച്ചു തന്നാൽ മതിയല്ലോ. പിന്നെ മീര കുറച്ചു ദിവസം കഴിഞ്ഞ് അമ്മയും ചേച്ചി നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ സാർ തിരിച്ച് നാട്ടിലേക്ക് പോകുമോ? മീര വിഷമത്തോടെ ചോദിച്ചു. ഇപ്പൊ ട്രാൻസ്ഫർ കിട്ടില്ല. 1 വർഷം കൂടി വർക്ക് ചെയ്യേണ്ടി വരും. കാർത്തികിന്റെ മറുപടി കേട്ടപ്പോൾ മീരയ്ക്ക് ആശ്വാസമായി. ശരി മീര, ഞാൻ പുറത്താണ്, വീട്ടിലെത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കാർത്തിക് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ കാർത്തിക് അന്ന് വിളിച്ചില്ല. പിറ്റേ ദിവസവും മീര ഒരുപാട് മെസ്സേജ് അയച്ചെങ്കിലും കാർത്തിക് മീരയുടെ മെസ്സേജുകൾ ഒന്നും നോക്കിയില്ല. കാർത്തിക് വിളിക്കാത്തതിലും മെസ്സേജ് അയക്കാതിരുന്നതിലും ചെറിയൊരു നീരസം മീരയിലുണ്ടായി. എങ്കിലും മീരയുടെ മനസ്സ് പിറ്റേ ദിവസം കാർത്തികിനോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിനെ പറ്റിയുള്ള ആകുലതയിലായിരുന്നു. ചേച്ചി നാളെ ഉറപ്പായും പറയില്ലേ? മീനു വീണ്ടും മീരയോട് ചോദിച്ചു. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നു. കുഴപ്പം വല്ലതും ഉണ്ടാകുമോ? സാർ എന്നെ പറ്റി മോശമായി ചിന്തിക്കുമോ മീനു? മീര ആകുലതപ്പെട്ടു. തുടങ്ങി ചേച്ചി. ഇന്നലെ ഇത്രയും ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇന്നിപ്പോൾ ഇങ്ങനെയാണോ? ഞാൻ നിർത്തി. ചേച്ചി പറയോ എന്താ എന്ന് വെച്ചാൽ ചെയ്തോ. മീര ദേഷ്യം അഭിനയിച്ചു. നീ ദേഷ്യപ്പെടാതെ, ഞാൻ പറഞ്ഞോളാം, ഓക്കെ? മീര പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും കാർത്തിക് മീരയുടെ ഫോണിലേക്ക് വിളിച്ചു. കാർത്തിക് ആണെന്ന് കണ്ടതും മീരയ്ക്ക് സന്തോഷമായി. ഒരു ചെറു പുഞ്ചിരിയോടെ മീര ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാർ, എവിടെയായിരുന്നു? മീര, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നാളെ കാലത്തൊന്ന് കാണാൻ പറ്റുമോ? മീരയ്ക്ക് കാർത്തികിന്റെ സംസാരത്തിൽ പതർച്ച അനുഭവപ്പെട്ടു. സാറിന്റെ ശബ്ദം എന്താ ഇടറിയിരിക്കുന്നത്? സാറിന് എന്തെങ്കിലും വിഷമമുണ്ടോ? മീര ചോദിച്ചു. ഒന്നുമില്ല മീര, എനിക്ക് മീരയോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് നാളെ കാണാം. ശരി, ഞാൻ നാളെ ലൈബ്രറിയിൽ ഉണ്ടാകും. സാർ അങ്ങോട്ട് വന്നാൽ മതി. ഫോൺ വെച്ചതിനു ശേഷം കാർത്തികിനെ കുറിച്ചോർത്ത് മീര ഒരുപാട് ചിന്താകുലയായി. മീനുവിനോട് കാർത്തിക് വിളിച്ചതിനെ പറ്റി മീര പറഞ്ഞു. അത് ചിലപ്പോൾ സാറും ചേച്ചിയോട് ഇഷ്ടം പറയാനായിരിക്കും. മീനു പറഞ്ഞു. അതൊന്നും ആയിരിക്കില്ല. വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനാണ്. എന്തായാലും നാളെ അറിയാലോ. ചിലപ്പോൾ നാട്ടിൽ പോവുകയായിരിക്കും. അമ്മ വരുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്? സാർ എന്ത് കാര്യമായിരിക്കും പറയുക എന്നാലോചിച്ച് മീരയുടെ മനസ്സ് ആകുലതപ്പെട്ടു. ഉറക്കം വരാത്ത രാത്രിയായിരുന്നു മീരയ്ക്കന്ന്. എത്രയും പെട്ടെന്ന് നേരം പുലരാൻ മീര ആഗ്രഹിച്ചു. പിറ്റേ ദിവസം കാലത്ത് മീരയും മീനുവും കൂടി ലൈബ്രറിയിലേക്ക് പോയി. കുറച്ചു നേരം അവർ കാർത്തികിനെ കാത്തിരുന്നു. പലതവണ മീര കാർത്തികിന്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ കാർത്തികിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചേച്ചി, എനിക്ക് സമയമാകുന്നു. ഇനിയും നിന്ന കോളേജ് ഗേറ്റ് പൂട്ടും. ഞാൻ പോകട്ടെ? മീന ചോദിച്ചു. നീ പൊയ്ക്കോ. ഞാൻ കുറച്ചു നേരം കൂടി നോക്കട്ടെ. വന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോകും, മീര പറഞ്ഞു. മീര സ്കൂളിലേക്ക് വിളിച്ച് ഹാഫ് ഡേ ലീവ് ആവശ്യപ്പെട്ടു. മീര ഏറെ നേരം കാർത്തികിന് വേണ്ടി അവിടെ കാത്തിരുന്നു. പക്ഷേ കാർത്തിക് വന്നില്ല. ഉച്ചയായപ്പോൾ മീര സ്കൂളിലേക്ക് പോയി. വീണ്ടും പലകുറി മീര കാർത്തികിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈകുന്നേരം മീര ലൈബ്രറിയിൽ എത്തിയതും രവിച്ചേട്ടനോട് കാർത്തിക് ഇവിടെ വന്നിരുന്നു എന്ന് മീര അന്വേഷിച്ചു. പക്ഷേ മറുപടി നിരാശയായിരുന്നു. സാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ? സാറിന് തന്നോട് എന്തായിരിക്കും പറയാനുണ്ടായിരുന്നത്? അതേക്കുറിച്ച് തന്നെ മീര ആലോചിച്ചു കൊണ്ടിരുന്നു. തന്റെ ആകുലത മുഴുവൻ മീര മീനുവിനോട് പങ്കുവച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. കാർത്തികിന്റെ യാതൊരു വിവരവുമില്ല. ഫോൺ സ്വിച്ച് ഓഫും. മീര ഭയപ്പെട്ടു. മീനുവിന്റെ മുൻപിൽ മീര തന്റെ ദുഃഖം പ്രകടിപ്പിച്ചു. ക്ഷമിക്കില്ല ചേച്ചി, ഒന്നും ഉണ്ടാകില്ല. ചിലപ്പോൾ സാറിന് എന്തെങ്കിലും തിരക്കോ, ചിലപ്പോൾ ഫോൺ എങ്ങാനും നഷ്ടപ്പെട്ടതാണെങ്കിലോ. മീനു മീരയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മീനുവിന്റെ വാക്കുകളിൽ മീരയ്ക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒരു മോഹങ്ങളും ഇല്ലാതിരുന്ന എന്റെ മനസ്സിലേക്ക് ദൈവം തന്നെയല്ലേ ഓരോ ആഗ്രഹങ്ങൾ വെച്ച് നീട്ടിയത്? എന്നിട്ട് ഇനിയും ദൈവത്തിന് എന്നെ പരീക്ഷിച്ച് മതിയായില്ലേ? എനിക്ക് ദുഃഖം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി സമാധാനപ്പെടൂ. ഞാൻ നാളെ സാറിന്റെ കോളേജിൽ പോയി ഒന്ന് അന്വേഷിക്കട്ടെ.
ഒരു പ്രശ്നവും സാറിനുണ്ടാകില്ല. എന്നാലും മീനു, മനസ്സിലൊരു ഭയം. ജീവിതം മുഴുവൻ നഷ്ടങ്ങൾ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ കുറച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പം എനിക്ക് ഭയമായി തുടങ്ങുന്നു. സാറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു മീനു. എനിക്ക് സാറിന് നഷ്ടപ്പെടുമോ? മീര മീനുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ജീവിതം മുഴുവൻ വേദനകൾ മാത്രമേ തന്റെ ചേച്ചി അനുഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മീരയുടെ ഭയവും വേദനയും മീനുവിന് മനസ്സിലായി. തന്റെ ദുഃഖം വല്യമ്മ അറിയാതിരിക്കാൻ പരമാവധി മീര ശ്രദ്ധിച്ചു. മീനുവും അമ്മയുടെ മുന്നിൽ ശ്രദ്ധ പുലർത്തി. പിറ്റേ ദിവസം കാർത്തിക് സാറിനെ കുറിച്ച് അന്വേഷിച്ച് മീനു കോളേജിലേക്ക് പോയി. സതീഷ് സാറിനെ കണ്ടതും സതീഷ് സാറേ എന്ന് വിളിച്ച് മീനു അയാളുടെ അരികിലേക്ക് ചെന്ന് കാർത്തിക് സാർ എവിടെയാണ്? മീനു ചോദിച്ചു. കാർത്തിക് സാറോ? ആള് റിസൈൻ ചെയ്തു പോയല്ലോ. ഒരാഴ്ചയായി. കുട്ടി മീര ടീച്ചറോടൊപ്പം തിയേറ്ററിൽ വെച്ച് കണ്ട? സതീഷ് സംശയത്തോടെ ചോദിച്ചു. ഹാ, ഞാൻ തന്നെ, മീര ടീച്ചറുടെ സിസ്റ്റർ. സാർ റിസൈൻ ചെയ്തു പോവുകയോ? മീനു ആശ്ചര്യത്തോടെ ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച ലൈബ്രറി വെച്ച് കണ്ടപ്പോൾ കൂടി സാർ 1 വർഷം കൂടി ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് എന്നോടും പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്നും ജോലി തുടരാൻ കഴിയില്ല എന്നും പറഞ്ഞു. റിസൈൻ ലെറ്റർ എന്നെ ഏൽപ്പിച്ചു. എന്താണ് കാര്യമെന്ന് ഒരുപാട് വട്ടം ചോദിച്ചെങ്കിലും പിന്നെ പറയാം, ഞാൻ വിളിക്കാമെന്ന് മാത്രം പറഞ്ഞ് സാറ് പോയി. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഒന്ന് വിളിച്ചിട്ടുമില്ല. അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. മീര ടീച്ചറേയും സാറ് വിളിച്ചില്ലേ? മീര ടീച്ചർ നല്ലൊരു സുഹൃത്താണെന്ന് എപ്പോഴും പറയും. ഇല്ല, ചേച്ചി ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. ചേച്ചിയോടും പോകുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അമ്മയും ചേച്ചിയും ഒക്കെ വരുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞിരുന്നു. സാറിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയോ? മീര ചോദിച്ചു. ഇല്ല, എന്നത്തേക്കാളും അന്ന് സാറ് വളരെ ഹാപ്പി ആയിരുന്നു. എന്തായാലും ഞാൻ ഞായറാഴ്ച സാറിന്റെ വീട്ടിലേക്കൊന്ന് പോയാലോ എന്നാ. സാറ് പോയിട്ട് കാർത്തിക് സാറിനെ കണ്ടതിന് ശേഷം ഒന്ന് വിളിക്കുമോ? എന്റെ നമ്പർ ഞാൻ തരാം. സതീഷ് സാറ് നമ്പർ കൊടുത്തതിന് ശേഷം മീനു തിരികെ വീട്ടിലെത്തി. റിസൈൻ ചെയ്ത വിവരം മീനു മീരയോട് പറഞ്ഞില്ല. കുറച്ചു ദിവസം ലീവാണെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ സാർ എന്തിനാണ് ഫോൺ ഓഫാക്കി വെക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ സാറിന് ഇതിലും വയ്യായ്ക ഉണ്ടാകുമോ? മീര സംശയം പറഞ്ഞു. സതീഷ് സാർ ഞായറാഴ്ച പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. 2 ദിവസം കൂടി കാത്തിരിക്കൂ, വിവരം എന്താണെന്ന് അറിയാലോ, മീന പറഞ്ഞു. ആ ദിവസത്തിനു വേണ്ടി മീര കാത്തിരുന്നു. മീര കാർത്തികിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാർത്തികിനെ തനിക്ക് നഷ്ടപ്പെടരുതെന്ന് മീര ദൈവത്തിനു മുൻപിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചു. മനസ്സ് പിടയുമ്പോഴെല്ലാം മീര കാർത്തിക് കൊടുത്ത ചെമ്പകത്തൈയുടെ ചുവട്ടിൽ പോയിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ മാത്രമാണ് മീരയ്ക്ക് ഒരല്പം ആശ്വാസം കിട്ടിയത്. ആ പൂമൂട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ കാർത്തികിന്റെ സാമീപ്യം ഉള്ളതുപോലെ മീരയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് എൻ്റെ സാറേ നിങ്ങൾ. ഇതിൽ ആദ്യം മുട്ട വിരിയുന്നത് സാറിന് കാണണ്ടേ? ഈ ഉള്ളവൾക്ക് ചെമ്പകപ്പൂക്കൾ തരാതെ ദിവസം എത്രയായി? മീര അതിന്റെ ചുവട്ടിലിരുന്ന് ആ ചെടിയോട് ചോദിച്ചു. മീരയുടെ ഹൃദയം ഇടറി. തന്റെ മനസ്സ് എന്തുകൊണ്ടാണ് ഇത്രയും പിടയ്ക്കുന്നത് എന്ന് മീര ചിന്തിച്ചു. അവളുടെ കണ്ണുനീർ ധാരധാരയായി ആ പൂമൂട്ടിലേക്ക് ഉതിർന്നു വീണു. ഞായറാഴ്ച ദിവസം സതീഷ് സാർ വിളിക്കുന്നതും പ്രതീക്ഷിച്ച് മീരയും മീനുവും കാത്തിരുന്നു. മീരയ്ക്ക് ഒരു സമാധാനമില്ലാതെ ആ ചെമ്പകത്തൈയുടെ ചുവട്ടിൽ പോയിരുന്നു. മീനു ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സമാധാനവുമില്ലാതെ നടക്കുന്നത് കണ്ട് മാധവി, ഓളെ മീനു, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കുസൃതിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും ഇത്രയും ദിവസം ചോദിക്കാതിരുന്നത്. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഈ വീട്ടിലൊരു ബഹളവും ഇല്ല, കളിചിരികളില്ല. നിങ്ങൾ രണ്ടും ഒരു അക്ഷരം മിണ്ടാതെ നടക്കുന്നു, മാധവി പറഞ്ഞു. മീനു എല്ലാ കാര്യങ്ങളും മാധവിയോട് പറഞ്ഞു. എന്റെ ഈശ്വര, നിങ്ങൾ എന്നോട് ഇതുവരെ എന്താ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല? അമ്മയ്ക്ക് ഇഷ്ടാകുമോ എന്ന് പേടിച്ചിട്ടാ ചേച്ചി ഒന്നും പറയാതിരുന്നത്. എന്തിനാ കുട്ടി നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? എന്റെ കുട്ടിയുടെ ഇഷ്ടം എന്തോ അതല്ലേ എന്റെ സന്തോഷം. മാധവി സന്തോഷത്തോടെ മീരയുടെ അടുത്തേക്ക് ചെന്ന്, എന്റെ കുട്ടി എന്തിനാ വിഷമിക്കുന്നത്? സാർ ഇങ്ങ് വരും. മീനു എന്നോടെല്ലാം പറഞ്ഞു. വല്യമ്മയ്ക്ക് 100 വട്ടം സന്തോഷമല്ലേ ഉള്ളൂ. എന്റെ കുട്ടി വിഷമിക്കണ്ട, എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും. അതോർത്ത് മോൾ എന്തിനാ വിഷമിക്കുന്നത്? മാധവിയുടെ വാക്കുകൾ കേട്ടതും മീര പൊട്ടിക്കരഞ്ഞുകൊണ്ട് വല്യമ്മയെ കെട്ടിപ്പിടിച്ചു. മോളെ, മോൾ എന്തിനാ കരയുന്നത്? വല്യമ്മേ, ഞാൻ സാറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് സാറില്ലാതെ പറ്റില്ല വല്യമ്മേ. സാറിന് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ദൈവം എൻ്റെ മോളുടെ കണ്ണീര് കാണും. വല്യമ്മ മീരയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിനിടയിൽ, മീര ടീച്ചറുടെ വീടാണോ എന്ന് ചോദിച്ച് അവിടേക്ക് ഒരാൾ വന്നു. അതെ, ആരാണ്? മാധവി ചോദിച്ചു. മീര ആരാണ്? അയാൾ ചോദിച്ചു. ഞാനാണ്, പറഞ്ഞോളൂ, മീര പറഞ്ഞു. വണ്ടിയിൽ നിന്ന് ഓരോ കൂടയായി 6 കൂടകൾ അയാൾ മീരയ്ക്ക് മുന്നിൽ കൊണ്ടുവച്ചു. കൂടകൾ നിറയെ ചെമ്പകപ്പൂക്കൾ. മീര അതിശയത്തോടെ ആ പൂക്കളിലേക്ക് നോക്കി. മാധവിയും മീനുവും അമ്പരന്നു. ഇത്രയും പൂക്കൾ! അവിടെയാകെ ചെമ്പകപ്പൂക്കളുടെ ഹൃദ്യമായ സുഗന്ധം പരന്നു. ഇതെല്ലാം ആരാണ് ഇങ്ങോട്ട് കൊടുത്തയച്ചത്?
മാധവി ചോദിച്ചു. അപ്പോഴേക്കും അകത്തു നിന്നും മീനുവിന്റെ ഫോൺ റിങ് ചെയ്തു. മീനു വേഗം അകത്തേക്ക് പോയി. കാർത്തിക് ആണെന്നാണ് പറഞ്ഞത്. 1 മാസം മുൻപ് ഞങ്ങളുടെ ഫാമിൽ വന്ന് ഓർഡർ തന്നതാ. ഈ അഡ്രസ്സിൽ കൊണ്ടുവന്ന് തരണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ ഇതും കൂടി മീരയെ ഏൽപ്പിക്കാൻ അയാൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അയാൾ ഒരു ലെറ്റർ മീരയെ ഏൽപ്പിച്ച ശേഷം അയാൾ തിരിച്ചുപോയി. മീര വേഗം ആ കത്ത് തുറന്ന് വായിച്ചു. ഹലോ മീര, ഈ ചെമ്പകപ്പൂക്കൾ മുഴുവൻ നിനക്കുള്ളതാണ്. നീ എപ്പോഴും എന്നോട് ഒരുപാട് പൂക്കൾ ആവശ്യപ്പെടാറില്ലേ? ഇന്നിതാ എൻ്റെ പ്രിയപ്പെട്ട മീരയ്ക്ക്, അല്ല എൻ്റെ ചെമ്പകപ്പൂവിൻ്റെ ഗന്ധമുള്ളവൾക്ക് ചെമ്പകപ്പൂക്കൾ കൊണ്ട് ഒരു വസന്തം തന്നെ നൽകിയിരിക്കുന്നു. കാർത്തികിന്റെ കത്ത് വായിച്ചു കഴിഞ്ഞതും ഒത്തിരി സന്തോഷത്തോടെ മീര മാധവിയെ കെട്ടിപ്പിടിച്ചു. മീനു ഫോൺ അറ്റൻഡ് ചെയ്തതും വെപ്രാളത്തോടെ ഹലോ സർ, സർ കാർത്തിക് സാറിനെ കണ്ടോ? ഇല്ല, കാണാൻ കഴിഞ്ഞില്ല. കാർത്തിക് സാർ. സതീഷിന്റെ വാക്കുകൾ മുറിഞ്ഞു. എന്താ സർ, എന്തു പറ്റി കാർത്തിക് സാറിന്? മീനു ആദ്യോടെ ചോദിച്ചു. കാർത്തിക് സാർ മരിച്ചു. ഇന്നേക്ക് 28 ദിവസമായി. ആത്മഹത്യയായിരുന്നു. സതീഷ് പറഞ്ഞത് കേട്ട് മീനു തരിച്ചു നിന്നു. സതീഷ് സാറിനോട് ഒന്നും ചോദിക്കാൻ കഴിയാതെ മീനു ഫോൺ കട്ട് ചെയ്തു. പുറത്തേക്ക് നോക്കി. അവിടെ ഒത്തിരി സന്തോഷത്തോടെ ചെമ്പകപ്പൂക്കളെ വാരിപ്പുണരുന്ന മീരയെ കണ്ടപ്പോൾ മീനുവിന്റെ ഹൃദയം തകർന്നു. അവസാനിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ മനോഹരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.